കേട്ടാ മീനെല്ലാം കിട്ടിയാ ഇല്ലേ മീനിന്റെ മറ്റേ ഈ തപ്പാലടക്കം നല്ല വെയിലിന്റെ അടുക്കാന്നുണ്ടായിരുന്നത്. അപ്പൊ നല്ല വെയിലായിട്ട് വെള്ളം നല്ലോണം ചൂടായിട്ട് നമ്മ മാറ്റുന്നല്ലേ ഉണ്ടായിനെ. മാറ്റുന്ന സമയത്ത് പൊട്ടിപ്പോയി. ഗപ്പിയെല്ലാം കുറച്ച് വെള്ളത്തില് നിക്കുന്നുണ്ട്. കൊറേ എല്ലാം എടുത്തത് മാറ്റിയിട്ടുണ്ട്. അതില് വെള്ളത്തിലുണ്ട് മാത്രം അതിന്റെ അടുത്ത് പോകുമ്പോ കിട്ടുന്നില്ല. ഇതിലില്ലതോ ഇതിപ്പോ ഇതിലത്തേക്ക് മാറ്റാൻ വേണ്ടിട്ട് ചളി ആമ്പലം കൊടുത്തു. ആമ്പലില് നല്ല മുട്ടാവുന്നുണ്ടായിന്. എല്ലാം പെട്ടെന്ന് തകർന്നു പോയി. അതില് ചെറുതായിട്ട് കാണുന്നുണ്ട് ഒന്നല്ലേ മീന്. കുറച്ചേലൊക്കെ ആദ്യം നിക്കുമ്പോ കാണുന്നുണ്ടായിനി. ഈ വെള്ളത്തിന്റെ അടുത്ത് വരുമ്പോ കാണുന്നില്ല. ദൂരെ നിക്കുമ്പോ ഇങ്ങനെ പോകുന്ന കാണുന്നു. ഇത് ആമ്പലിന് നല്ല ചളി മണ്ണ് പാടത്തെ ചെളി പിന്നെ ചാണകം ഇതിലേക്ക് മാറ്റിട്ട് നമുക്ക് പുതിയ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാലോ. എന്നിട്ട് ആമ്പലം എടുത്ത് നോട്ടെങ്കിൽ അതിൽ പിടിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇപ്പൊ കുറച്ചായിട്ട് നിക്കുന്നുണ്ടായത്. പക്ഷെ മീനിട്ടിട്ട് വരുമ്പോ നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു മീനയില്. വെള്ളം ഇത് മതിയാ? വെള്ളം ഇത് ചെളിയെല്ലാം ഇട്ടിട്ട് നട്ട ശേഷം വെള്ളം കൂട്ടണായിരുന്നു. ഞാനത് അറിയാണ്ട് ആദ്യം തന്നെ കൂട്ടി. പ്രശ്നമില്ല. അതിനിപ്പോ അത് മാറ്റേണ്ടി വരുമല്ലോ മറ്റത്. അതിന് സൈഡ് പൊട്ടിയിട്ടല്ലോ. ഇത് സൈഡ് പൊട്ടിയോണ്ട് നമ്മ പിടിക്കുമ്പോ അല്ലേ പൊട്ടിയേ. ചൂട് വെയിലത്ത് നല്ലോണം ചൂടാവുന്നുണ്ട്. എന്തിനും കൊള്ളില്ല. ഇഞ്ചനായിട്ടോ ഇഞ്ചന. ഇപ്പോഴത്തെ അവസ്ഥ അത്. ആമ്പലിട്ടെ അതില് മീനുണ്ടെങ്കിൽ എടുത്തിടണം. പാറുന്റെ മീനാടല്ലേ പറഞ്ഞ നല്ലൊരു നീല ചെറിയ ഗപ്പി ഉണ്ടായിന്. അത് ഗപ്പിയല്ലേ? അല്ലേ ഇതിലിപ്പതാ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് പറയാൻ കഴിയാതാ ചെറുതായിട്ട് കാണുന്നുണ്ട്. വലുതെല്ലാം ഉണ്ടായിനല്ലേ? കൊറേ വലുതുണ്ടായിന്. നല്ലോണം ചെറുത് പ്രസവിച്ചിട്ട് കൊറേ കുഞ്ഞായിട്ടുണ്ടായിന്. എല്ലാം പോയി. ഇതുപോലെ നല്ല ചെളിയില് അമ്പലം വെച്ചിട്ട് നല്ല അമ്പലാകുന്നല്ലേ കേട്ടാ. ഈ വെയിലുള്ള സ്ഥലത്ത് വെച്ചതുകൊണ്ടാണ് കേട്ടോ ഇവിടുന്ന് മാറ്റിയത്. വെള്ളം നല്ലോണം ചൂടായിട്ട് മീൻ ചത്തുകൊണ്ട് അറിഞ്ഞിട്ട് ഇവിടുന്ന് മാറ്റുന്നതാണുണ്ടായത്. അപ്പോഴത്തേക്കും രണ്ടാള് പിടിച്ചിട്ടാകുമ്പോഴേക്കും ഒരു സൈഡിൽ നിന്ന് പൊട്ടിയിട്ട് വട്ടിയെല്ലാം പൊട്ടിപ്പോയി. മീനെല്ലാം പോയി. മീൻ കുറച്ച് ചത്തിട്ടും പോയി കേട്ടോ. കുറച്ചുണ്ട്. ഇതിൽ വെയിലത്തായതുകൊണ്ട് ഏടി മീനിനെ കാണുന്നില്ല. ഇതിൽ അമ്പലിന്റെ ഇത് ഉണ്ട്. ഇതെല്ലാം എൻ്റെ മുളകിൻ്റെതാണ് കേട്ടോ. പച്ചമുളകിൻ്റെ ചെറുതായിട്ട് വരുന്നുണ്ട്. അതിൽ കുറേ ഇടം പിടിക്കുന്നുണ്ട്. ഒരുപാട് തവണ കുറേ ഏട്ടം പറിച്ചെടുത്തിട്ട് കറിക്കെല്ലാം എടുത്തു. അത്ര ഇതിലിത് ഇപ്പം നട്ടിട്ടാവുന്ന അത്ര. എന്താ എൻ്റെ പച്ചമുളക് ഉണ്ടാ? എന്ത് സന്തോഷമുണ്ട് അറിയാം നമ്മൾ നട്ടിട്ടായാൽ ഇങ്ങനെ പിടിച്ചിട്ടെല്ലാം കാണുമ്പോൾ. എന്താ പിന്നെ ഇതാ ഇപ്പൊ കുറച്ച് വാടിയിട്ടുണ്ട്. വെള്ളം കൊടുക്കണം അത്രേ.
ഇതാ ഇതിങ്ങനെ വെച്ചത് കോഴി വരുന്നതായിട്ടാണ് കേട്ടോ. ഭയങ്കര അലമ്പ്. അതെന്തിനാ വെള്ളം? മറ്റേ മുളകിന് നല്ലോണം വെയിലത്തോണെങ്കിൽ ചാലാക്കാൻ പറഞ്ഞു. ചാലാക്കാൻ പറഞ്ഞു. ചാല അതാ മറ്റേ എല്ല് പൊടി ഉണ്ടായിട്ടേ. പിന്നെ നല്ലോണം വെള്ളം പോണല്ലോ, നിക്കണമല്ലോ അതിന്റെ മറ്റന്നെ. അപ്പൊ അങ്ങനെ ചാല് മാതിരി ആയിട്ട് നല്ല മാതിരി വെള്ളം നിക്കുന്ന വരെയാക്കിട്ട് അങ്ങനെ ആക്കാൻ പറഞ്ഞായിരുന്നു. അപ്പൊ നല്ല ആവുന്നു. പിന്നെ കുറച്ച് ചാണപ്പൊടി, പിന്നെ എല്ലിന്റെ കൊറേ മുളക് പിടിച്ചല്ലേ. എന്താ എടുത്തു അത് ഇന്നലെ പറിച്ചു. പാറ് കൊറേ പറിച്ചു. കൊറേ പറിച്ചു. നല്ലോണം വെയിലായതുകൊണ്ട് ഇതിന്റെ ഇലയെല്ലാം അങ്ങനെ വാടിയാണ്. അതിന്റെ ഇടയിലുണ്ട്. ഇത് നമ്മളെ പൂന്തോട്ടം. പൂ കഴിക്ക്. മതി. ഈ ഗോൾഡൻ ഫിഷ് തന്നെ ഉണ്ടല്ലേ. പിന്നെ അതെടുത്ത് മാറ്റിട്ട് എടുക്കാം. അവിടെ ആ മണ്ണ് ഇങ്ങോട്ട് ഇടണ്ടേ. വെക്കുന്നേ ഇത് ഏതാദ്യം വെക്കുന്നേ? ഇത് തണുപ്പിട്ടു. അപ്പൊ നനക്കുന്നതോ? വയ്ക്കുന്നില്ലേ? ഇതില് മീനുണ്ട്. അതങ്ങനെ വെച്ചോട്ടാ വരെ. നല്ലോണം കുറവായില്ല വെള്ളം. മീനെല്ലാം പാർക്കിലെ പോയി നമുക്ക് പറയുന്നുണ്ടായിരുന്നു. തലകുത്തി പറയാനുണ്ടോ? ഇതിലുണ്ടാ പറ കാട്ടം കോരി സൈഡ് ഉണ്ടായിരുന്നു. എന്താ ഇവിടെല്ലാം ഉണ്ടായതെല്ലാം ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ട്. കൊറേ എല്ലാം ചത്തുപോയി. കാണുന്നില്ല. ഇങ്ങനെ അടുത്ത് വരുമ്പോ വീട്ടിനെന്താ അങ്ങനെ പറയാനും കാണുന്നു. അടുത്ത് വന്നിട്ട് വരുമ്പോ ഒന്നും കാണുന്നില്ല. ചെറുതുണ്ടായിരുന്നില്ല. കൊറേ കിട്ടി. വലുതാ മതി അങ്ങോട്ടായിട്ട് പോയിട്ട്. ചെറിയൊരു മീനതോ ആടെ ഉണ്ടായിന്. ആടെ എടുക്കുമ്പോഴത്തേക്ക് അത് ചത്തു. ഇല്ലല്ലോ ഇപ്പൊ.
കഴിക്ക്. മതി. അതിനല്ലോണം ഉണ്ടല്ലോ വെള്ളം. കലങ്ങണ്ട, ഇപ്പൊ നല്ല തെളിഞ്ഞിട്ടുണ്ട് വെള്ളം. പാറുന്റെ നല്ലൊരു അടിപൊളി മീനുണ്ട്. അതില്ല. അതുകൊണ്ട് ഭാഗ്യം. അല്ലെങ്കിൽ കൂടെ വൈകുന്നേരം വന്നിട്ട് അങ്ങനെ കഥ.